ബാക്കി വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിൽ വച്ച് ആവി കയറ്റി ഉപയോഗിക്കുന്നവനാണ് നമ്മളിൽ പലരും. അങ്ങനെ വീണ്ടും ചൂടാക്കിയാൽ വിഷമാകുന്ന 5 ഭക്ഷണ പദാർത്ഥങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്നാമത്തേത് ചോറ്. അരി വേവിച്ചതിനു ശേഷം റൂം ടെമ്പറേച്ചറിൽ കുറച്ച് സമയം വെച്ചാൽ ബാസില്ലസ് സിറിയസ് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കപ്പെടും. പിന്നീട് ചോറ് ചൂടാക്കുന്നതോടെ ഈ ബാക്ടീരിയ വിഷാംശം പുറത്തുവിടാൻ തുടങ്ങും. ചൂടാക്കുന്നതിലൂടെ ഈ വിഷാംശം ഇല്ലാതാക്കാൻ സാധിക്കില്ല. ഇലക്കറികൾ. ചീര, ലെറ്റ്യൂസ് തുടങ്ങിയ നിറയെ നൈട്രേറ്റ്സ് ഉള്ള പച്ചക്കറികൾ വേവിച്ചതിനു ശേഷം വീണ്ടും ചൂടാക്കിയാൽ വിഷമായി മാറും. ഇവയിലുള്ള നൈട്രേറ്റ്സ് നൈട്രൈറ്റ്സുകളായി മാറുന്നതാണ് കാരണം. വീണ്ടും ചൂടാക്കിയാൽ വിഷമാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൊന്ന് ഉരുളക്കിഴങ്ങാണ്. തെറ്റായ രീതിയിൽ സൂക്ഷിക്കുകയോ വേവിക്കുകയോ ചെയ്ത ഉരുളക്കിഴങ്ങിൽ ക്ലോസ്ട്രിഡിയം ബോട്ടിലിനം എന്ന ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കപ്പെട്ടേക്കാം. ഇവ ദഹന പ്രക്രിയയെ ബാധിക്കും. മറ്റൊന്ന് മുട്ടയാണ്. ഒരിക്കൽ വേവിച്ച മുട്ട വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് ദഹന വ്യവസ്ഥയെ ബാധിക്കും. അവയുടെ പ്രോട്ടീൻ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് കാരണം. അഞ്ചാമത്തേത് കൂൺ. വേവിച്ച കൂൺ വീണ്ടും ചൂടാക്കുമ്പോൾ അവയിലെ പ്രോട്ടീൻ ഘടന വലിയ രീതിയിൽ മാറുകയും ഇത് ശാരീരിക അസ്വസ്ഥതകൾക്ക് ഇടയാക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്തോളൂ. ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കാം. അപ്പോൾ ഇനിയൊരു വീഡിയോയ്ക്കായി ബൈ ബൈ.